ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഹൂത്ത് ഗെയിമർ. അപ്പോൾ ഗായ്സ്, ഹൂത്ത് ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമാണ്. പിന്നെ ചെറിയൊരു മാറ്റം കാണും, നമ്മൾ ഫേസ് ക്യാമറ ഇട്ടിട്ടുണ്ട് ഗായ്സ്. അതേ നമ്മൾ ഫേസ് ക്യാമറയൊക്കെ ഇട്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തോക്ക് മേടിക്കുന്ന സ്ഥലത്തുള്ള നമ്മളിന്ന് എക്സ്പ്ലോറിങ് ചെയ്യാൻ പോകുന്നത്. അത് തോക്ക് മേടിക്കുന്ന സ്ഥലമല്ല, നമ്മൾ തോക്ക് മേടിക്കുന്ന സ്ഥലത്തുണ്ടെന്ന് പറയാൻ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ഫുൾ എക്സ്പ്ലോറിങ് ആണ് ഗൈസ്. ഈ ഒരു സിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതിലൂടെ നമ്മൾ കുറേ ഗണ്ണുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഗണ്ണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു മിസ്റ്റേക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ക്ഷമിക്കുക. ഞാനാണെങ്കിൽ അത് കോപ്പിറൈറ്റ് അടിക്കുന്നതാണോന്ന് മനസ്സിലായിരുന്നു. നേരത്തെ അതൊന്നും ആലോചിക്കാനെടുത്തത്. പിന്നെ നമ്മളാണെങ്കിൽ കോപ്പിറൈറ്റ് എന്ന വീഡിയോ താഴെ എഴുതി കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോപ്പിറൈറ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മളാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത്. പിന്നെ ഇന്നത്തെ ഇത് പറഞ്ഞില്ല, ഗൂഗിൾ പറഞ്ഞില്ല, നമ്മൾ ഈ സിറ്റിയുടെ പകുതി ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതിനകത്ത് 2, 3, 4 ഭാഗമൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതിന് പിന്നെ കുറേ സിറ്റിയുടെ മാപ്പൊക്കെ പഠിച്ച് വെക്കണം. ഇതിനകത്ത് പിന്നെ മാപ്പൊന്നും വന്നിട്ടില്ല. അതിനോടെ തന്നെ നമ്മളിപ്പോൾ ബാക്ക് വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ അകത്തെ എക്സ്പ്ലോറിങ് ആണ് ഇപ്പോൾ കാണിച്ചു തരാം. അതിന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള വീഡിയോ ഇനി വേണമെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മളിനിയും ഈ ഒരു ഭാഗത്തെ ഫുൾ എക്സ്പ്ലോറിങ് നടത്താൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഹൗസ് എക്സ്പ്ലോറിങ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇനി സ്കൂട്ടറിൽ കയറിയിട്ട് നമുക്ക് ഹൗസ് എക്സ്പ്ലോറിങ്ങിന് പോവാം. അപ്പോൾ ഫേസ് ക്യാമറ ഇട്ടേക്കുന്നത് തന്നെ കുറച്ച് പാടാണ്. പിന്നെ ഇതാണ് നമ്മളെ ഹൗസ്. നമ്മൾ ബസ് കൊണ്ട് ഇറക്കി വിടുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ ഹൗസ് വരുന്നത്. ഹൗസിൻ്റെ ഗ്യാരാജിൽ തന്നെ ഇവിടെയാണ്. പിന്നെ നമ്മൾ ഓരോ വട്ടം ഗെയിമിനകത്ത് കയറുമ്പോൾ ഓരോ കാറാണ്. അതിൻ്റെ ബൈക്കൊന്നും നമുക്കിവിടെ സ്പോൺ ആകത്തില്ല. പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ നമ്മൾ കുറേ അടുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി. പിന്നെ ഇതിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എക്സ്പ്രഷൻസൊക്കെ ഇടുന്നത് അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊക്കെയാണ് നമ്മൾ മാറ്റിയേക്കുന്നത്, നമ്മൾ വീടിൻ്റെ മണ്ടയ്ക്കോട്ടുള്ളതൊക്കെ. പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന PC സെറ്റപ്പ്. പിന്നെ ഇനിയും തൊട്ട് നമ്മൾ എക്സ്പ്രഷൻ അങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ അനക്കുന്ന ഒരു ഭാഗം കാണാം നടിയുടെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ഞെക്കി പിടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ നമുക്ക് അതുപോലെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ അന്ന് വീഡിയോ എടുത്തത്, അതിൻ്റെ വീഡിയോ വന്നിട്ടില്ലാത്ത നമ്മൾ ഇട്ടേക്കാം. ഇത് നമ്മൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മൾ ആനിമേഷനൊക്കെ ഇട്ടേക്കുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ PC സെറ്റപ്പാണ്. PC സെറ്റപ്പിനകത്ത് നമ്മളതിൻ്റെ സാധാരണ കമ്പ്യൂട്ടറിൽ കീബോർഡ് ഞെക്കുന്നോട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ തലയൊന്നും താഴ്ത്തിട്ടില്ല, തല താഴ്ത്തി ഉറങ്ങുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമ്മൾ തന്നെത്താനെ ഓരോന്ന് ചെയ്തതാണ്, ഇതുപോലെ ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മളാണെങ്കിൽ ഇനിയും ചെല്ലുന്നത് ബീച്ച് സൈഡിലേക്കാണ്. ബീച്ച് സൈഡിലേക്ക് പോകുന്ന നമ്മളെ ഇവിടെ സൈക്കിൾ കിടപ്പുണ്ട്. സൈക്കിൾ നമുക്ക് ബീച്ച് സൈഡിൽ പോകാൻ പറ്റില്ല. അതിന് നമ്മളൊരു കാറ് കണ്ടുപിടിക്കണം. നമ്മളെ കാറിന് കൊടുക്കണ്ട. പിന്നെ ഇതാണ് നമ്മൾ മേടിക്കാൻ കിടക്കുന്ന കുറേ വീടുണ്ട്. ഇതിനകത്തിൽ നമ്മളെ ഗോൾ പിന്നെ എന്തോന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ ഹൗസ് നമ്മൾ ഇതിനകത്ത് നിന്ന് മേടിക്കണം. അങ്ങനെയാണ് വരുന്നത്. അപ്പുറത്തൊരു മാൻഷനൊക്കെ ഉണ്ട്, പക്ഷേ അതിനായിട്ടുള്ള പൈസ ഒന്നുമില്ല. നമ്മളത് കുറേ ചീറ്റൊക്കെ അടിച്ച് എടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്തിൽ നമ്മൾ കാർ കയറിയിട്ട് നേരെ ബീച്ച് സൈഡിലേക്ക് വിടാം. അപ്പോൾ ബീച്ച് സൈഡിൽ നിന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ബീച്ച് സൈഡിലെത്തില്ലേ, നമ്മൾ കാറിനകത്ത് കയറുന്നത് അപ്ഡേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അങ്ങനെ അവസരം നമ്മൾ ബീച്ച് സൈഡിൽ എത്തിയേക്കാണ്. അപ്പം ഇതാണ് നമ്മളെ ബീച്ച് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് നിറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. കുറേ കാറുകൾ നമ്മൾ വളച്ചെടുത്തുകൊണ്ട് വന്ന് കാണാൻ പറ്റും. പിന്നെ ബീച്ച് സൈഡ് ഇങ്ങനെ വലിയതായിട്ട് എക്സ്പ്ലോറിങ് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ആയിട്ടൊരു ബോട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് നീന്തി കളിക്കാം. പിന്നെ ഇവിടുത്തെ ചങ്കൂട്ടർ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നീന്തിയ തന്നെ അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഈ ഗെയിം എടുക്കാൻ തന്നെ കാരണം അതിനകത്ത് നമുക്ക് ഏത് ബിൽഡിങ് വരെയെങ്കിലും തുറന്നങ്ങ് കയറാൻ പറ്റും. അത് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ടെന്ന് വെച്ചാൽ ഗെയിം ഇറങ്ങിയപ്പോൾ തൊട്ടല്ലേ ഞാൻ കളിക്കാൻ തുടങ്ങിയത്. ഇത് നമ്മൾ ഇത് ഇറങ്ങിയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ നമുക്ക് GTA 5 തന്നെ ജെറ്റ് സ്കി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ GTA 5 കമ്പയർ ചെയ്യുന്നില്ല. അതൊന്നും ഞങ്ങളുടെ ഇതാണെങ്കിൽ അത്രയൊന്നും എത്തത്തില്ല. പിന്നെ നമ്മൾ മിനി GTA 5 എന്നാണെങ്കിൽ പറയും. ഇത് നമുക്ക് ചെറിയൊരു GTA 5 മോഡൊക്കെ തരും. പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് വീണതിന് നമ്മളെ കാറിനൊന്നും പറ്റില്ല. നമുക്ക് തിരിച്ചേറ്റി വെച്ചുകൊണ്ട് വരാം. പിന്നെ ഇതിനകത്ത് പെറ്റ്സിനെയൊക്കെ നമുക്ക് അനേബിൾ ചെയ്യാം. അത് നമ്മൾ ബസ്സിനകത്ത് വന്നിറങ്ങുമ്പോൾ നമുക്ക് കാണിക്കുന്നതാണ്. പിന്നെ ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന സാധനമാണ്. ഓൺലൈനായിട്ട് കളിക്കുകയാണെങ്കിൽ കുറേ പരസ്യം കയറി വരും. അപ്പോൾ ഓഫ്ലൈനായിട്ട് കളിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് നമ്മളുടെ പാർക്കെന്ന് പറയുന്നത്. ഇവിടെ ആയിട്ടൊരു പറക്കുന്ന സാധനമൊക്കെ ഉണ്ട്.
പിന്നെ ഇത് നമ്മൾ പാർക്കായിരുന്നു തന്നെ. ഇവിടെ ആയിട്ട് പുതിയ അപ്ഡേറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ വന്ന് ഹോട്ട് ഡോഗിൻ്റെ കടയൊക്കെ വന്നായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോഴാണ് ഇത് കാണുന്നത്, ഹോട്ട് ഡോഗിൻ്റെ കട. പക്ഷെ അതിനകത്ത് ആരുമില്ല. അടിപൊളി. ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നം. ഇതിനിടെ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ വന്നില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ സ്കേറ്റിങ് കയറി വേണം സ്ഥലമാണ്. എനിക്ക് വഴക്കുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്ന പൂളിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്ര എക്സ്പ്ലോറിങ് മതി. പൂളിനും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കാണിച്ചുള്ള വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. ആ പൂളെന്ന് പറയുന്നത് കൺഫ്യൂസിങ് സ്ഥലമാണ്. എനിക്ക് ആദ്യമായിട്ട് കയറിയപ്പോൾ ഈ പൂളിനകത്ത് കയറുമ്പോൾ പെട്ടെന്നൊന്നും വഴി മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാനാണ്ട് വഴി തെറ്റിയാണ് കയറി പോകുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത് ഏതോ ഒരു ഡ്രസ്സിംഗ് റൂമാണ്. എന്നിട്ട് അവിടെ ബാത്റൂമും ഉണ്ട്. അപ്പോൾ ബാത്റൂമിലോട്ട് കയറുന്നില്ല, നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇവിടുത്തെ 2 ഡോർ വരുന്നതെന്നാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കിയത് ഞാൻ. പിന്നെ ഇവിടായിട്ടാണ് നമ്മൾ പൂളൊക്കെ വരുന്നത്. ഇവിടായിട്ട് നമുക്ക് ജമ്പ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സോമനോട്ടുണ്ട്. സോമൻ എന്നുകൊണ്ട് അവിടെ നീന്തി കളിക്കുന്നത്. നമ്മളെ വെടിയൊക്കെ നോക്കുന്ന സോമനായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത്. വേണ്ട സോമൻ കണ്ടു, സോമൻ. ഓക്കെ, അതെന്താ പറഞ്ഞൂടാ. അതിനകത്തിൽ നമ്മളെ ഓരോരുത്തർ വെടിവെക്കുന്ന ആണ്. ഫീച്ചറുള്ള സാധനമാണിത്. ഒരു ക്യാരക്ടർ ആണ്. നമുക്ക് വേണം അവർ ബാക്കിന് വിളിച്ചുകൊണ്ട് വരാം. പക്ഷെ അതൊന്നും വേണ്ട. നമുക്കിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നതാണ്. ഇവിടെ സോമേന്ദ്ര വെടിയൊക്കെ നിങ്ങൾക്ക് നമുക്കൊരു കാര്യം ഇവിടെ കൂടെ നീന്തി കളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.